Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. Gap down മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം ഇന്നത്തെ ലൈവ് പെർഫോമൻസോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും നല്ലൊരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം നിഫ്റ്റി അധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, പക്ഷേ ബാങ്ക് നിഫ്റ്റി നല്ലൊരു സെൽ ട്രെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തുള്ളൊരു അവസരത്തിൽ നമുക്ക് ആക്ച്വലി നല്ലൊരു വോളിയം ഇല്ലാത്തൊരു മാർക്കറ്റിൽ നമുക്ക് സക്സസ്ഫുൾ ആയി നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കി ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ലൈവിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ലൈവായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു ലൈവ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ കൂടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. Seema Krishna എന്നാണ് എൻ്റെ പേര്. 81390399. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയി. ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്ക് ഈ കോർണറിൽ കാണാം, ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു ബൈ സിഗ്നൽ വന്നത് അപ്രോക്സിമേറ്റ് 12:35. അതിന് എൻട്രി പോയിന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ താഴെയും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ 3 ക്രൈറ്റീരിയാസ് നോക്കണം. അതായത് ഫസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രകാരം ക്യാൻഡിൽ കളർ റെഡ് ആണോ നോക്കണം. അതായത് സെല്ല് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ റെഡ് ആവണം, താഴെ റെഡ് വരണം, സെൽ സോണും വരണം. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിഗ്നൽസ് വന്നിരിക്കുന്ന സമയത്ത് ക്യാൻഡിൽ കളർ റെഡിലേക്ക് വന്നാൽ നേരെ താഴോട്ട് നോക്കുക. അതേപോലെ തന്നെ അവിടെ നമ്മുടെ വോളിയം ബാർ, ഇതാണ് കൺഫർമേഷൻ ബാർ, അതും റെഡിൽ വരണം, സെൽ സോണും കൂടെ ഒന്നിച്ചാണ്. പക്ഷേ ഗ്യാപ് ഡൗണിലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ലെവൽ ഓക്കെ ആയിരുന്നാലും പെട്ടെന്ന് അതേ സെക്കൻഡ് ക്യാൻഡിലോ തേർഡ് ക്യാൻഡിലോ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് റിവേഴ്സ് പോകുന്ന പോയിന്റും കൂടെ, അതായത് കുറച്ച് പുൾ ബാക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്ത പോർഷൻ എടുക്കുക. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് ഇറങ്ങിയിരുന്നു, പക്ഷേ ഒരുപാട് ഇറങ്ങിയില്ല. ഇടയ്ക്കിടയ്ക്ക് സൈഡ് വേസ് കാണിച്ച് മാർക്കറ്റ് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വലിയൊരു ട്രെൻഡ് ഇല്ലായിരുന്നു. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് എടുത്തിരുന്നെങ്കിലും നമുക്ക് ആക്ച്വലി ആ സൈഡ് വേസിൽ കട്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ സോഫ്റ്റ് തന്നിട്ടുണ്ട്. ചെറിയൊരു പോയിന്റ് ഇറങ്ങിയിട്ടുണ്ട്, അതല്ലാണ്ട് വലിയൊരു എൻട്രി എന്ന് പറയാനായിട്ട് നമുക്ക് ഇനി കിട്ടിയിട്ടില്ല. അപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വന്ന ബൈ ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 12:35 വന്നിരിക്കുന്നത്. എൻട്രി പോയിന്റും ടാർഗറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് വന്ന സമയത്തെ കൺഫേംഡ് ആണ്. അപ്പോൾ ഇത് പറയാൻ കാരണം സിഗ്നൽസ് വന്ന സമയത്ത് താഴെ ഗ്രീനാണ്, ബൈ സോണും ഉണ്ടായിരുന്നു, ക്യാൻഡിൽ കളറും ഗ്രീനിലേക്കാണ്. അവിടുന്ന് റെസിസ്റ്റൻസ് രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുമുണ്ട്. അപ്പോൾ അവിടുന്ന് ആ സമയത്ത് തന്നെ, അതായത് വിത്തിൻ 15 മിനിറ്റ്സിൻ്റെ അകത്ത് നമുക്ക് കൺഫർമേഷനും വന്നു, ബ്രേക്ക് ഔട്ടും തന്നു, അത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാണ് 2 ടാർഗറ്റ് ഒരു 80 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വലിയൊരു പ്രോഫിറ്റ്, അതായത് ഹ്യൂജ് ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് നല്ലൊരു വോളിയം ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഇതിനകത്ത് ക്യാൻഡിൽ കളറും കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്ന നമുക്ക് സൈഡ് വേസ് ആണ്. അതേപോലെ തന്നെ എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്ന ഈ ബ്ലൂ കളർ, ഹോളോ ക്യാൻഡിൽസ്, വൈറ്റ്, അതേപോലെ MT ക്യാൻഡിൽസ് ഇതെല്ലാം തന്നിരിക്കുന്ന സൈഡ് വേസ് ആണ്. അപ്പോൾ ഈ സൈഡ് വേസ് ട്രെൻഡ് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഐഡൻറ്റിഫൈ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ നോക്കി കഴിഞ്ഞാലും സെയിം ഗ്യാപ് ഡൗണിലാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയിരുന്ന ഒരു ചെറിയ ട്രെൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. 43,832 മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 741 വരെ ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് പിന്നെ സൈഡ് വേസ് ആയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ബൈ. പക്ഷേ ഇതിനകത്ത് 70 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു ട്രേഡ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അതായത് ബാങ്ക് നിഫ്റ്റിയിലും സാധാരണ പോകുന്ന മൊമെൻറ്റ് ഇന്ന് ബൈ ട്രെൻഡിലേക്ക് വന്നിട്ടില്ല. അത് പറയാൻ കാരണം നമ്മുടെ ബൈ പോകുന്നുണ്ടെങ്കിലും അതേ നമുക്ക് മാത്രമേ തന്നെ ബാങ്ക് നിഫ്റ്റി തിരിച്ചിറങ്ങുന്നുമുണ്ട്. അപ്പം ഹോൾഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യാറുണ്ട്, വലിയ ട്രെൻഡ് എന്ന് പറയാനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന, അപ്പോൾ ഇതുപോലത്തെ റേഞ്ച് മാർക്കിലാണ് നമ്മൾ ചിലപ്പോൾ ക്യാൻഡിൽസൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ പേടിച്ച് എക്സിറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ കറക്റ്റായിട്ട് ഗ്രീൻ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നവർക്ക് ആക്ച്വലി ഗ്രീൻ കളർ താഴത്തെ കൺഫർമേഷൻ ബാറും ഈ ക്യാൻഡിലും ഗ്രീൻ ആവുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഓപ്ഷൻസിലേക്ക് എടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ബൈ സിഗ്നൽ വന്നു, കൺഫേം ആയ പോർഷനിൽ ഓപ്ഷൻസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആ സമയത്ത് റേറ്റ് പ്രകാരം നോക്കുമ്പോൾ 19,401 സിഗ്നൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 19,100 അല്ലെങ്കിൽ 200 നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം. അത് ഇവിടെ നിന്ന് വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയി ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതിൽ വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് നമുക്ക് എടുത്താൽ മതി. നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 19,200 കോള്, അപ്പം 200 കോള് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 19,200 കോൾ ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോയിലേക്ക് പോവുക.
5 മിനിറ്റ് സെറ്റ് ചെയ്യുക. ടെംപ്ലേറ്റ് 8.1 ഓപ്ഷൻസ് എടുക്കുക. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ബൈ സിഗ്നൽ അപ്രോക്സിമേറ്റ് അതേ സിഗ്നൽസ് വന്ന സമയത്ത് 12:35 209 വന്നത്. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ക്യാനിൽ നമുക്ക് അവിടെ നിന്ന് പോർഷൻ എടുക്കാമായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അടിച്ചിട്ടുണ്ട്. 280 വരെ പോയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ക്യാനിൽ നമുക്ക് എടുക്കാമായിരുന്നു 219. അപ്പോൾ 280 വരെ അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്യാൻ നമുക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ ലൈവായിട്ട് നമുക്ക് ഓപ്ഷൻസ് ആണെങ്കിലും നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയോ അതോ നമുക്ക് ഏത് മാർക്കറ്റ് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം നോക്കുക എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ ടെക്നിക്കൽ അറേഞ്ച് ചെയ്യുന്ന വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.